വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്തുവിന്റെ രക്തം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളിലും ഏറ്റവും വലുത് ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ലഭിച്ചതാണ്. നിത്യനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി തന്റെ രക്തം ചൊരിഞ്ഞു. എത്ര അവിശ്വസനീയവും മഹത്വപൂർണവുമായ പ്രവൃത്തി! സ്വർഗത്തിലെ വിശുദ്ധന്മാർ ഈ ത്യാഗത്തെ ഓർമ്മിപ്പിക്കുകയും നന്ദിയോടെ അവനെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിലും 7-ാം അധ്യായം 14-ാം വാക്യത്തിലും 5-ാം അധ്യായം 9-ാം വാക്യത്തിലും കാണപ്പെടുന്നു. ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി എല്ലാ ദിവസവും കാൽവറിയിൽ വരൂ. യേശുവിന്റെ രക്തത്തിന്റെ വിലയേറിയ തുള്ളികൾ നിങ്ങളുടെ തല മുതൽ കാൽ വരെ കഴുകി നിങ്ങളെ ശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. അവന്റെ രക്തത്തിന്റെ ശക്തി ദിവസം മുഴുവൻ നിങ്ങളെ നിറയ്ക്കുകയും നിലനിർത്തുകയും ചെയ്യട്ടെ. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, ഗെത്സമനയിലെ രക്തം. ഗെത്സമനയിൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ വിയർപ്പ് വലിയ രക്തത്തുള്ളികളായി മാറിയെന്ന് ലൂക്കോസ് 22-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. ഈ രക്തം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലെ ഗെത്സമനയുടെ പ്രാർത്ഥനാ ചൈതന്യത്തെ ജ്വലിപ്പിക്കുകയും യാചനയുടെയും മധ്യസ്ഥതയുടെയും അഗ്നിയാൽ നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, മുൾക്കിരീടത്തിൽ നിന്നുള്ള രക്തം. യേശുക്രിസ്തുവിന്റെ തലയിൽ നിന്ന് ഒഴുകിയ രക്തം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ ശാപങ്ങളെയും തകർക്കുന്നു. പൂർവിക ശാപങ്ങൾ, തലമുറകളുടെ ശാപങ്ങൾ, ന്യായപ്രമാണത്തിന്റെ ശാപം എന്നിവ നിങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ ഉപദ്രവിക്കാൻ കഴിയില്ല. കാരണം ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു ശാപമായി തീർന്നു ക്രൂശിൽ തന്റെ രക്തം ചൊരിഞ്ഞു. ഇത് ഗലാത്യർ 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. മൂന്നാമതായി, അവന്റെ കൈകളിൽ നിന്നുള്ള രക്തം. യേശുവിന്റെ കൈകളിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നത് ദൃശ്യവൽക്കരിക്കുക. നിങ്ങളുടെ ഭാവി അവന്റെ കൈകളിലാണ്. അവൻ സ്നേഹപൂർവ്വം നിങ്ങളിലേക്ക് കൈനീട്ടി പറയുന്നു, നോക്കൂ, ഞാൻ നിന്നെ എന്റെ കൈപ്പത്തിയിൽ എഴുതിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എന്റെ മുൻപിലുണ്ട് എന്ന്. ഇത് യെശയ്യാവ് 49-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. നാലാമതായി, അവന്റെ പാദങ്ങളിൽ നിന്നുള്ള രക്തം. അവന്റെ പാദങ്ങളിൽ നിന്ന് ഒഴുകിയ രക്തത്തെക്കുറിച്ച് ധ്യാനിക്കുക. അവൻ സർപ്പത്തിന്റെ തല തകർത്ത് വിജയം നേടി. അവന്റെ രക്തത്തിലൂടെ നിങ്ങൾക്ക് ശത്രുവിന്റെ മേൽ അധികാരം ലഭിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ചവിട്ടി മെതിക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. ശത്രുവിന്റെ എല്ലാ ശക്തികളെയും ചവിട്ടി മെതിക്കാൻ ഒന്നും നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കില്ല. ഇത് ലൂക്കോസ് 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. അഞ്ചാമതായി, അവന്റെ വാരിയലിൽ നിന്നുള്ള രക്തം. യേശുവിന്റെ വാരിയലിൽ കുത്തിയപ്പോൾ രക്തവും വെള്ളവും ഒഴുകി. ആദാമിന്റെ വാരിയലിൽ നിന്ന് ഹവ്വ രൂപപ്പെട്ടതുപോലെ കുഞ്ഞാടിന്റെ രക്തത്തിലൂടെയാണ് സഭ, അതായത് ക്രിസ്തുവിന്റെ മണവാട്ടി ജനിച്ചത്. അവന്റെ രക്തം നിങ്ങളെ നീതീകരിക്കുക മാത്രമല്ല, നിങ്ങളെ അവന്റെ പ്രിയപ്പെട്ട മണവാട്ടിയാക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 പത്രോസ് 1-ാം അധ്യായം 19-ാം വാക്യം. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ ന്യായാധിപന്മാർ 9-10 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 5-ാം അധ്യായം 17 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.